നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് കേരളത്തിലെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ ആദ്യഘട്ട അലോട്ട്മെൻറ്റ് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആദ്യഘട്ട അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. നാളെ 13-ാം തീയതി മുതൽ 17-ാം തീയതി വൈകുന്നേരം വരെയാണ് കോളേജുകളിൽ നേരിട്ട് ചെന്ന് ഫീസ് അടച്ച് സർട്ടിഫിക്കറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്ത് അഡ്മിഷൻ എടുക്കാനുള്ള അവസരം. നീറ്റ് 2025 ലഭിച്ച സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ MBBSും BDSനും അപ്പുറം അഗ്രികൾച്ചറിൻ്റെയും വെറ്റിനറിയുടെയും ആയുർവേദവും ഹോമിയോ അടക്കം 11 കോഴ്സുകൾക്കാണ് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ടായിരുന്നത്. അതിൽ ഗവൺമെൻറ് മേഖലയുടെയും സ്വകാര്യ മേഖലയുടെയും സീറ്റുകളാണ് ആദ്യഘട്ട അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതനുസരിച്ചുള്ള അലോട്ട്മെൻറ്റ് റിസർവേഷനെയും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ആദ്യഘട്ട അലോട്ട്മെൻറ്റാണ് കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രൊവിഷണലായിട്ടാണ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി കാൻഡിഡേറ്റ് പോർട്ടലിൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരികയും ആ അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ തന്നെ ഡേറ്റ ഷീറ്റും വിദ്യാർത്ഥികൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഫീസ് അടയ്ക്കേണ്ടത് അതാത് കോളേജുകളിലാണ്. 13-ാം തീയതി മുതൽ 17-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് അതാത് കോളേജുകളിൽ ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ട തീയതി. നമുക്കൊരു കോളേജ് അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും 17-ാം തീയതിക്കുള്ളിൽ അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ ഈ സ്ട്രീമിൽ നിന്ന് നമ്മൾ ഔട്ടാവുകയും ഇനി വരുന്ന അവസാന ഘട്ടത്തിൽ മാത്രമേ നമുക്ക് വേക്കൻസി സീറ്റിനനുസരിച്ച് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ സ്ട്രീമിൽ നിലനിൽക്കണമെങ്കിൽ അടുത്ത ഘട്ടത്തിലൊക്കെ നമ്മളെ പരിഗണിക്കണമെങ്കിൽ നിർബന്ധമായും 17-ാം തീയതിക്കുള്ളിൽ നമ്മൾ കോളേജുകളിൽ ചെന്ന് അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കണം. ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഇപ്പോൾ ഒരു പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റായിട്ടാണ് നമ്മുടെ കേരള മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നമ്മളുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജും കോഴ്സും അലോട്ടഡ് കാറ്റഗറിയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചതിന് ശേഷം 12-ാം തീയതി ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് കാൻഡിഡേറ്റ് ലോഗിനിൽ പ്രവേശിച്ച് നമുക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ കേരള ഡേറ്റ ഷീറ്റ് പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നതും. കേരള മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ ആദ്യഘട്ട അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് നമ്മൾ പരിശോധിച്ചാൽ അഗ്രികൾച്ചറിന് 4 കോളേജുകളാണ് ഉണ്ടായിരുന്നത്. തൃശ്ശൂരും തിരുവനന്തപുരവും കാസർഗോഡും വയനാടും. സ്റ്റേറ്റ് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 7414 വരെയുള്ളവർക്ക് ആദ്യഘട്ടത്തിൽ തന്നെ അഗ്രികൾച്ചറിന് പ്രവേശനം ലഭിച്ചു. ഈഴവ റിസർവേഷൻ വരുമ്പോഴേക്കും 9083 വരെയും മുസ്ലിം കാറ്റഗറിയിൽ 8800 വരെയും ലാറ്റിൻ കാത്തലിക്സിൽ 15280 വരെയും തീവ്ര വിഭാഗത്തിൽ 12600 വരെയും മറ്റ് കാറ്റഗറികളുടെയും ലാസ്റ്റ് റാങ്കുകൾ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. BSc ഫിഷറീസിന് 2 കോളേജുകളാണ് ഉള്ളത്. അതിൽ പനങ്ങാടും അപ്പയ്യന്നൂരും. സ്റ്റേറ്റ് മെറിറ്റിന് ഏതാണ്ട് 11736 വരെയാണ് ഫിഷറീസ് ആദ്യഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നത്. വെറ്റിനറിയിലോട്ട് എത്തുമ്പോഴേക്കും 3760 വയനാടും 3367 തൃശ്ശൂരും വയനാട് വെറ്റിനറിക്ക് പ്രവേശനം കിട്ടി. ഈഴവ റിസർവേഷൻ 4700 വരെയും മുസ്ലിം കാറ്റഗറി 4500 വരെയും ലാറ്റിൻ കാത്തലിക്സ് 7300 വരെയുമാണ് വെറ്റിനറിക്ക് പ്രവേശനം ലഭിച്ചത്. ആയുർവേദത്തിൻ്റെ ഗവൺമെൻറ് കോളേജുകളുടെയും സ്വകാര്യ മേഖലയുടെയും അലോട്ട്മെൻറ്റ് പരിശോധിച്ചാൽ സ്റ്റേറ്റ് മെറിറ്റിൽ ഏതാണ്ട് 10169 വരെയാണ് ഗവൺമെൻറ് മേഖലയിൽ ആയുർവേദം കിട്ടിയിരിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ ഏതാണ്ട് 34,000 റാങ്ക് വരെയും ആയുർവേദത്തിന് പ്രവേശനം ലഭിച്ചു. ഈഴവ റിസർവേഷനിൽ 11,000 റാങ്ക് വരെയും മുസ്ലിം റിസർവേഷനിൽ 11,673 റാങ്ക് വരെയും BAMSന് പ്രവേശനം ലഭിച്ചു. സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഏതാണ്ട് ആയുർവേദത്തിൻ്റെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് എന്ന പ്രോഗ്രാമിന് സ്റ്റേറ്റ് മെറിറ്റിൽ 13,896 വരെയും അതുപോലെ തന്നെ ബയോടെക്നോളജിക്ക് 8,233 വരെയും ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസിന് 12,149 വരെയും ഫോറസ്ട്രിക്ക് 9,966 വരെയും സിദ്ധായ്ക്ക് 38,952 വരെയും യുനാനിക്ക് 39,539 വരെയുമാണ് ആദ്യഘട്ട അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിച്ചത്. ഈ കോളേജുകളിൽ 17-ാം തീയതിക്കുള്ളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുകയും
രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുകയാണെങ്കിൽ ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങളെ പരിഗണിക്കുകയും ഈ കോളേജുകളിൽ നിന്നും സർട്ടിഫിക്കറ്റുകളും ഫീസും മേടിച്ച് പുതിയ കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന പക്ഷം ചേരാനുള്ള സൗകര്യമുണ്ടാവും. വീണ്ടും മൂന്നാം ഘട്ടത്തിൽ ഒരിക്കൽ കൂടി ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുവാനും മൂന്നാം ഘട്ടം വരെ നമുക്ക് നമ്മളുടെ ഹയർ ഓപ്ഷനിലേക്ക് പ്രവേശനം നീട്ടുവാനും നമുക്ക് സാധ്യതയുണ്ട്. എന്നാൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു കോളേജ് അലോട്ടഡ് ആയിട്ട് നമ്മൾ നിശ്ചിത സമയത്തിനുള്ളിൽ അഡ്മിഷൻ എടുക്കുന്നില്ലെങ്കിൽ ഈ സ്ട്രീമിൽ നിന്നും നമ്മൾ ഔട്ടാവുകയും നമ്മളെ ഈ അലൈഡ് കോഴ്സിൻ്റെ ആദ്യ 2 ഘട്ട അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തുകയുമില്ല. കേരള മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് പ്രവേശനത്തിനായിട്ട് നമ്മൾ കോളേജിൽ പോകുമ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ കരുതേണ്ടതെന്നുള്ളതുകൂടി നമുക്ക് പരിശോധിക്കാം. 2025 ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി കീം 2025 നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തത്. ആ സമയത്ത് സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും ഒരു സെറ്റ് കോപ്പിയും ഫീസുമാണ് നമ്മൾ കരുതേണ്ടത്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ 10th 12th അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളാണ്. വിശദമായി പരിശോധിക്കാം. ആദ്യമായി വേണ്ടത് നീറ്റിൻ്റെ ഹോൾ ടിക്കറ്റ്. നമ്മൾ മെയിൽ പരീക്ഷയ്ക്ക് പോയ സമയത്ത് നമ്മൾ കൈ കരുതിയ ഹോൾ ടിക്കറ്റിൻ്റെ ആദ്യ പേജ്, നമ്മൾ ആ ഹോൾ ടിക്കറ്റ് നമ്മളുടെ എക്സാം സെൻറ്ററിൽ കൊടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ ഇപ്പോൾ സൈറ്റിൽ നിന്നും വീണ്ടും ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൻ്റെ ആദ്യ പേജാണ് ഹോൾ ടിക്കറ്റായി നമ്മൾ കരുതേണ്ടത്. പിന്നെ നീറ്റിൻ്റെ സ്കോർ കാർഡ്, നീറ്റ് കേരള ഡേറ്റ ഷീറ്റ്. കേരള ഡേറ്റ ഷീറ്റ് നിങ്ങളുടെ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും കാൻഡിഡേറ്റ് പോർട്ടലിൽ ഇടത് സൈഡിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. അതുപോലെ തന്നെ കേരള അലോട്ട്മെൻറ്റ് മെമ്മോ. കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്നും ഏത് കോളേജിൽ ഏത് കോഴ്സിനാണ് പ്രവേശനം കിട്ടിയെന്നുള്ള അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ കീമിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. കേരളത്തിൽ ജനിച്ച കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിരിക്കാം, 10ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പാസ്പോർട്ട്. അപ്പോൾ കേരളത്തിൽ ജനിച്ചു എന്നുള്ളൊരു രേഖയാണ് നമ്മൾ കേരളയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലാണ് നമ്മൾ കരുതേണ്ടത്. ഇല്ലെങ്കിൽ കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന ഏത് രേഖയും കരുതാം. കേരളത്തിൽ ജനിച്ചിട്ടില്ല എങ്കിൽ അച്ഛനോ അമ്മയോ ആണ് ജനിച്ചതെങ്കിൽ, അപ്പോൾ എന്താണോ കേരളയുടെ വെബ്സൈറ്റിൽ നേറ്റിവിറ്റിക്കായിട്ട് അപ്ലോഡ് ചെയ്തത്, അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന നേറ്റിവിറ്റി ആണെങ്കിലും കുഴപ്പമില്ല, ആ സർട്ടിഫിക്കറ്റാണ് നമ്മൾ കരുതേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റിലുണ്ട്. 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, 12ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, TC, കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണ്ടത് കേരളത്തിൻ്റെ പ്രോസ്പെക്ടസിൻ്റെ 167ാമത്തെ പേജിൽ താഴത്തെ ഭാഗത്ത് കിടക്കുന്ന ഫോർമാറ്റിലാണ് വേണ്ടത്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും ഗവൺമെൻറ് ഡോക്ടർ, അസിസ്റ്റൻറ്റ് സർജനോ അതിൻ്റെ ലെവലിലും മുകളിലോ ഉള്ള ഒരു ഡോക്ടറിൽ നിന്നുള്ള മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ് നമ്മൾ ഹാജരാക്കേണ്ടത്. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ ആധാറോ ഏതെങ്കിലും ഒരു ID പ്രൂഫ്. പിന്നെ നമുക്ക് റിസർവേഷനിലൂടെയാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നതെങ്കിൽ കേരളയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത നമ്മളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിലിയർ ആവാം, EWS ആവാം, SC ആവാം, ST ആവാം. ആ കാറ്റഗറിയിലുള്ളവർ ആ സർട്ടിഫിക്കറ്റ്. നോൺ ക്രിമിലിയർ ആണെങ്കിൽ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിൻ്റെ സർട്ടിഫിക്കറ്റ്. പിന്നെ വേണ്ടത് നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് വേണ്ടത്. നമുക്ക് സ്റ്റാമ്പ് പേപ്പറൊന്നും ആവശ്യമില്ല. ട്യൂഷൻ ഫീസ് കോളേജിൽ തന്നെ അടയ്ക്കുന്നത് കൊണ്ട് ട്യൂഷൻ ഫീസിൻ്റെ റെസിപ്റ്റ് വേണ്ട. ബോണ്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ബോണ്ട് പേപ്പർ വേണ്ട. എന്നാൽ ഫോട്ടോ വേണം. നമുക്ക് നീറ്റിന് അപ്ലോഡ് ചെയ്തതോ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ളതോ ഉള്ള ഒരു 5 ഫോട്ടോ നമ്മളുടെ കയ്യിൽ കരുതണം. പിന്നെ നമ്മളുടെ ഒരു സെറ്റ് കോപ്പി, എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഒരു സെറ്റ് കോപ്പിയും കൂടി നിങ്ങൾ കയ്യിൽ കരുതണം. ഓരോ കോളേജുകളുടെയും വെബ്സൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ട ഡീറ്റെയിൽസ് ലഭിക്കും. ഫീസ് നമുക്കറിയാം, അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങളുടെ ഫീസ് കാണിച്ചിട്ടുണ്ടാകും. അതോടൊപ്പം അവിടെ അഡ്മിഷൻ ഫീസായിട്ടും സ്പെഷ്യൽ ഫീസായിട്ടും അടയ്ക്കേണ്ട എമൗണ്ട് കൂടി ഉണ്ടാകും. അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് പോകേണ്ടത്. നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിലോട്ട് മാറ്റം കിട്ടുകയാണെങ്കിൽ ആ ഫീസ് നിങ്ങൾക്ക് ആ മാറ്റം കിട്ടുന്ന അന്ന് തന്നെ തിരിച്ചു തരികയും നിങ്ങൾക്ക് പുതിയ കോളേജ് മാറ്റം മേടിക്കുകയും ചെയ്യാം. ഇനി നിങ്ങൾക്ക് MBBSൻ്റെയോ BDSൻ്റെയോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ വെറ്റിനറിയുടെയോ ഒക്കെ കൗൺസിലിനോട്ട് പങ്കെടുക്കണമെങ്കിലും തീർച്ചയായും അതാത് സമയങ്ങളിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ സമർപ്പിച്ച് അലോട്ട്മെൻറ്റ് കിട്ടുന്ന പക്ഷം നിങ്ങൾക്ക് മാറി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നീറ്റ് 2025 ലഭിച്ചിരിക്കുന്ന സ്കോറിനനുസരിച്ച്
മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിലോട്ടുള്ള ആദ്യഘട്ട അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇനി 3 ഘട്ടം കൂടിയാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ 17-ാം തീയതിക്കുള്ളിൽ അഡ്മിഷൻ എടുത്താൽ മാത്രമേ ഈ സ്ട്രീമിൽ നിലനിൽക്കുകയുള്ളൂ. അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് ഹയർ ഓപ്ഷനിലോട്ട് പോകേണ്ടവരും 2ാം ഘട്ടത്തിൽ നിർബന്ധമായും ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയിരിക്കണം. നാളെ മുതലാണ് കേരളയുടെ വെബ്സൈറ്റിൽ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമായി തുടങ്ങുന്നത്. കൂടുതൽ വാർത്തകളുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.